പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ നോമ്പുകാലത്ത് അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാനും ആ വചനത്തിന്റെ ശക്തിയാൽ പിശാചിനെ പരാജയപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്ഷ കൈവരിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും വിശ്വാസം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തെ ആത്മശോധന ചെയ്യാനുള്ള കൃപ നൽകണമേ, വഴികളെ തിരുത്താനുള്ള കൃപ നൽകണമേ. അങ്ങനെ അങ്ങയാൽ നയിക്കപ്പെടുന്ന, കൃപയാൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന, മറ്റൊരാത്മാവ് നയിക്കാത്ത കുടുംബങ്ങളായി മാറട്ടെ, ജീവിതങ്ങളായി മാറട്ടെ. അവരുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം 127 സങ്കീർത്തനം 3-ാമത്തെ വചനമാണ്. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ദൈവത്തിന്റെ സമ്മാനവും. നമ്മൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്, ദൈവത്തിന്റെ ദാനമാണ് മക്കൾ, ദൈവത്തിന്റെ സമ്മാനമാണ് മക്കൾ. ഒരപ്പന്റെയോ ഒരമ്മയുടെയോ കഴിവ് കൊണ്ടല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ദൈവത്തിന്റെ ദാനമാണ്. ഇത് മാതാപിതാക്കൾ അറിഞ്ഞ് മക്കളെ സ്വീകരിച്ച് ആ മക്കളെ ദൈവത്തിൻ്റെതാണെന്നുള്ള സത്യമായ തിരിച്ചറിവോടെ കണ്ട് സ്വീകരിച്ച് കരുതി വളർത്തി ആ മക്കളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണം. ദൈവത്തിന്റെ ഈ ഒരു തിരിച്ചറിവ് ഇന്ന് പല മാതാപിതാക്കൾക്കും ഇല്ലാതെ പോകുന്നുണ്ട്. നമുക്കറിയാം, ദൈവം തന്ന ഒരു ദാനത്തെ, ദൈവം തന്ന ഒരു സമ്മാനത്തെ എന്തുമാത്രം സ്നേഹത്തോടെ നമ്മൾ കരുതും. ഇന്ന് ചില മാതാപിതാക്കളെങ്കിലും മക്കളെ വെറുത്ത് അല്ലെങ്കിൽ ശപിച്ച് പരാഗി അങ്ങനെ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. ഒത്തിരി പേർ ഞാൻ കണ്ടിട്ടുണ്ട്. ചില മക്കൾ പറയാറുണ്ട്, ഡാഡി വാ വിളിച്ച് ശപിക്കത്തുള്ളൂ, നീ ഗതി പിടിക്കത്തില്ല, നീ കണ്ടുകൂടി, നീ അനുഭവിക്കൂടി, നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് കണക്ക് പറഞ്ഞ് മക്കളെ പഴിക്കുന്ന, ശപിക്കുന്ന, പ്രാകുന്ന മാതാപിതാക്കൾ. അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് ഇത് ദൈവത്തിൻ്റെതാണെന്ന് പോലും ചിന്തയില്ലാതെ എന്റെ കൊച്ച്, എന്റെ ഇഷ്ടം, ഞാൻ കൊടുക്കും, ഞാൻ പഠിപ്പിക്കും, ഞാൻ വളർത്തും, ഇങ്ങനെയുള്ളവരുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ട വലിയൊരു മേഖല, നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി തിരുവചനത്തിലൂടെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ അവസ്ഥകളെയൊക്കെ ഒന്ന് പരിശോധിക്കും, ആത്മശോധന ചെയ്യും. വന്നുപോയ തെറ്റുകൾ അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കുമുള്ള ഒരു ആത്മശോധന, ശരിക്കുമുള്ള ഒരു അംഗീകരിക്കല്, അതിനനുസരിച്ചുള്ള ഒരു സമർപ്പിക്കല് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് വേണം, നമ്മൾ ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ദാനമാണ് ഉദരഫലം, ദൈവത്തിന്റെ സമ്മാനമാണ് മക്കള്. ഈ ഒരു സത്യം വചനം തിരിച്ചറിഞ്ഞ് ഒന്ന് പരിശോധിച്ച് നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്, ഇങ്ങനെയാണോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണോ നമ്മൾ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ദൈവം തന്ന ദാനത്തിന്, ദൈവം തന്ന സമ്മാനത്തിന് ദൈവത്തിന് ഒരാഗ്രഹമുണ്ട്. വെറുതെ ഒന്നും ദൈവം ഒരു ദാനം തരില്ല, സമ്മാനം തരില്ല. അതിനനുസരിച്ച് നമ്മുടെ മക്കളെ ദൈവത്തിന് വിട്ടുകൊടുക്കണം, ദൈവത്തിന് സമർപ്പിക്കണം. ദൈവമേ, നിന്റെ ദാനമാണ്, നിന്റെ സമ്മാനമാണ്. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ മക്കളുടെ അന്തസ്, നമ്മുടെ മക്കളുടെ ശരീരം, നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ മക്കളുടെ ജോലി, നമ്മുടെ മക്കളുടെ സ്വഭാവം, നമ്മുടെ മക്കളുടെ വളർച്ച, എല്ലാം ആ ഒരു ചൈതന്യത്തില്, ആ ഒരു അടിസ്ഥാനത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്തണം. നമ്മൾ വളർത്തിയിട്ടുണ്ടോ? ദൈവത്തിന്റെ ദാനത്തെ ദൈവഹിതം പോലെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. പരിശോധിച്ചേ, നമ്മുടെ തന്നിഷ്ടം പോലെയാണ് നമ്മുടെ മക്കളെ വളർത്തിയിരിക്കുന്നത്, നമ്മുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ചാണോ മക്കളെ വളർത്തിയിരിക്കുന്നത്? അതിനൊക്കെ ഒന്ന് പരിശോധിക്കും. എന്നിട്ട് ദൈവമേ പറയണം, ദൈവം നിന്റെ ദാനമാണ് കർത്താവേ. ഒരർത്ഥം, നമ്മുടെ മക്കൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവമാണ്
ഈ സമ്മാനം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും ദൈവമേ നിന്റെ ദാനമാണ്, നിന്റെ സമ്മാനമാണ്, നിന്റെയാണ്, എന്റെ അല്ല. അങ്ങനെ പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എല്ലാവരും എന്റെ കൊച്ചു പോയി, എന്റെ കൊച്ചു അച്ഛ, എന്റെ കൊച്ച്, എന്റെ മോൻ, എന്റെ മോള്. ഇത് ഒരു പ്രശ്നം വരുമ്പോ മാത്രമല്ല, എപ്പോഴും പറയണം. കൊച്ചിന്റെ ഓരോ വളർച്ചയിലും ദൈവത്തിനും കർത്താവേ നിന്റെ ദാനം, നിന്റെ സമ്മാനം നിന്റെയാ, നീ തന്നതാ. കർത്താവ് നോക്കണം. ഒരു രോഗം വന്നു, ഒരു അസ്വസ്ഥത വന്നു, കൊച്ചിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. കർത്താവ് നിന്റെ ദാനം, നിന്റെ സമ്മാനം, നിന്റെ കൊച്ച. അനുഗ്രഹിക്കുക, സൗഖ്യം നൽകുക, കൃപ നൽകുക, ശുദ്ധീകരിക്കുക, സ്നേഹം കൊടുക്കുക, സമാധാനം കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇത് അപ്പൻ അമ്മ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മമാരൊക്കെ വേറെ രീതിയിൽ പ്രാർത്ഥിക്കും. അപ്പന്മാർക്ക് ഈ വക ചിന്തയൊന്നും ഇല്ലാത്തവരുണ്ട്. അവരവിടെ ലോകത്ത് പോകും. ഇതിനുണ്ടാകും ഒച്ചപ്പാട്, ബഹളം, ഭാര്യനെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തും. നിന്റെ കൊച്ചല്ലേ, അതുകൊണ്ടാ. ഇതൊന്നും ശരിയല്ല. നിങ്ങൾക്ക് ദൈവം തന്ന ദാനമാണ് മക്കള്. ആ ദാനമാകുന്ന ദൈവത്തിന്റെ സമ്മാനമാകുന്ന മക്കളെ അതുപോലെ കണ്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിവോടെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് അവകാശം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് വളർത്തണം. അതിൽ വന്ന വീഴ്ചകൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ മക്കളെ വളർത്തലില് ഒത്തിരിയേറെ വരുന്ന ഒത്തിരി അനുഭവത്തിൽ നിന്നാ പറയണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചന ഭാഗം 127 സങ്കീർത്തനം 3-ാമത്തെ വചനം ശരിക്കും ധ്യാനിച്ച് അതിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെ, മക്കളെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലത്തില് ഈ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിന്റെ ദാനം. ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു കാര്യമോ, കർത്താവിന്റെ അവകാശത്തെ കർത്താവ് ഒരിക്കലും അവഗണിക്കില്ല. കർത്താവിന്റെ സ്വന്തമായതിനെ കർത്താവ് ഒരിക്കലും നശിപ്പിക്കത്തില്ല. പക്ഷെ നമ്മൾ പറയണം, കർത്താവേ ഞാൻ നിന്റെയോ, നിന്റെ ആലയോ, നിന്റെ ശരീരമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് സമർപ്പിക്കുമ്പോ ദൈവത്തിന്റെ ശക്തി ഈ ആലയത്തിൽ, ഈ ശരീരത്തില് ദൈവം പ്രകടമാക്കും. അതുപോലെ എന്റെ മക്കള്, കർത്താവ് എന്റെ അല്ല, നിന്റെ മക്കളാ. നിന്റെ നിന്റെ കൊച്ചിന്റെ ഭാവി, പഠനം, ജോലി, സ്വഭാവം, ശരീരം, മനസ്സ്, കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, സാമ്പത്തികം, ഭാവി നിന്റെയാ. അങ്ങനെയൊക്കെ സമർപ്പിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് അതിശക്തമായി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചല്ല, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അതിലേറെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും. ദൈവം തന്റെ മക്കളെ, നമ്മുടെ ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കും. ദൈവം നിന്ന ദാനത്തെ, ദൈവം നിന്ന സമ്മാനത്തെ, ദൈവത്തിന്റെ അവകാശത്തെ നശിക്കാനോ തകർന്നു പോകാനോ ഇല്ലാതാക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. മാത്രമല്ല, നശിച്ചു പോകാതെ രക്ഷപ്പെടാൻ തന്റെ ഏകജാതനെ തന്ന പിതാവായ ദൈവം തന്റെ ഏകജാതനാകുന്ന യേശുവിലൂടെ നമ്മെ രക്ഷിക്കും. ആ കരുണ നമ്മെ മഹത്വമണിയിക്കും. നമ്മുടെ മക്കളെ വലിയ സ്നേഹത്തോടെ, കർത്താവേ നിന്റെ മക്കളാ, നിന്റെ താൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ശാന്തമായിട്ട് ദൈവികാന സന്നദ്ധിയിലോ ദേവാലയത്തിലോ പ്രാർത്ഥന മുറിയിലോ ഒറ്റയ്ക്ക് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മക്കളെ ഓർത്ത് വേദനിക്കുന്ന അവസ്ഥയിൽ ആണെങ്കിൽ കൂടിയും കരൻ കോർത്ത് പിടിച്ചിട്ട് പറയണം, കർത്താവേ നിന്റെ ദാനോ, കർത്താവേ നിന്റെ സമ്മാനമായി കൊച്ച് നീ ഏറ്റെടുക്കണം. വന്നുപോയി വീഴ്ചകളോട് അനുദപിക്കണം, കുമ്പസാരിക്കണം, തമ്പുരാനോട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചോ. ഈശോ അനുഗ്രഹിക്കും മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ നോമ്പുകാലത്തില് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ വലിയ ആത്മശോധനയിലേക്കും വലിയൊരു പരിവർത്തനത്തിലേക്കും അങ്ങയെ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള വചനമാകുന്ന അങ്ങയിലേക്കും അടുപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ, മക്കൾ അങ്ങയുടെ ദാനമാണ്, ഉദരഫലം അങ്ങയുടെ സമ്മാനമാണ്. കർത്താവേ, അങ്ങ് ദാനമായി തന്ന, അങ്ങ് ഞങ്ങൾക്ക് സമ്മാനമായി തന്ന അങ്ങയുടെ മക്കളെ ഇതാ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. പലപ്പോഴും അങ്ങയുടെ ദാനമാണെന്ന്, അങ്ങയുടെ സമ്മാനമാണെന്ന്
തിരിച്ചറിയാതെ, മനസ്സിലാക്കാതെ കർത്താവേ ഞങ്ങളുടേതെന്ന് കരുതി മക്കളെ ശാസിച്ചു, വേദനിപ്പിച്ചു, ശപിച്ച് പ്രാപിട്ടൊക്കെ ഉണ്ട്. കർത്താവേ അങ്ങയുടെ തിരുഹിതം അറിയാതെ മക്കളെ പലതിനും പഠിപ്പിക്കാൻ വിട്ടു, പല സ്ഥലത്തേക്ക് വിട്ടു. അവരുടെ ഭാവി അങ്ങയുടെ ഇഷ്ടം പോലെ ആയിരിക്കണം. അങ്ങയുടെ സ്വന്തം മക്കള്, അങ്ങയുടെ അവകാശമാ മക്കള്, അറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അതുപോലെ ഞങ്ങൾ മക്കളുടെ കാര്യസ്ഥന്മാരാണ്. അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച മക്കളെ നോക്കാനും ആർക്കു വേണ്ടത് ചെയ്തു കൊടുക്കാനും അങ്ങ് നിയോഗിച്ച കാര്യസ്ഥന്മാരാണ് ഞങ്ങള്. മാതാപിതാക്കള്, വൈദികര്, കന്യാസ്ത്രീമാര്. കർത്താവെ പലപ്പോഴും അത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. വലിയൊരു കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയെ. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെടണമെന്ന് അങ്ങാണല്ലോ ഈശോയെ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒത്തിരി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഈ നിമിഷം ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് തന്ന സമ്മാനത്തെ, അങ്ങ് തന്ന ദാനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. ഞങ്ങളുടെ മക്കളെ വഴുതിച്ച് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവ് കൊണ്ടൊക്കെയാ ഒത്തിരിയേറെ പാപത്തിൽ പെട്ടുപോയിട്ടുണ്ട്, ദുശീലത്തിൽ പെട്ടുപോയിട്ടുണ്ട്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പല വിധത്തിൽ കാരണമായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ മക്കളുടെ കുറവുകളെ ഏറ്റെടുക്കണമേ. ഇവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരീക്ഷയിൽ വിജയം നൽകണമേ. ഈ ദിവസങ്ങളൊക്കെ ഇനി പരീക്ഷ എഴുതുന്ന മക്കള്, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭയം, ഉത്കണ്ഠ, നിരാശ എടുത്തു മാറ്റണമേ. ഉന്നതമായ അഭിഷേകത്താൽ നിറയപ്പെട്ട് അങ്ങയുടെ സഹായത്താൽ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതട്ടെ. ഞങ്ങളുടെ മക്കളല്ല കർത്താവേ, അങ്ങയുടെ മക്കള്, അങ്ങ് ദാനമായി തന്ന മക്കള്. കർത്താവെ, ഒരു പരിധി ഞങ്ങൾ പറയുന്നു, നമ്മുടെ മക്കള്, അങ്ങയുടെ ദാനമായ മക്കളെ നോക്കാൻ അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുമ്പോ കൂട്ടുത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അങ്ങയുടെ അരികിലേക്ക് ഞങ്ങളുടെ മക്കൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അവർക്ക് പരീക്ഷയിൽ ജയം നൽകണം. അവരെ വിശുദ്ധിയിൽ അങ്ങ് കാത്തു സൂക്ഷിക്കണം. നല്ല ചിന്തകൾ അവർക്ക് അങ്ങ് നൽകണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ സഹായിച്ച്, അനുസ്മരിപ്പിച്ച്, പഠിപ്പിച്ച് അങ്ങയിൽ ഉറപ്പിക്കണം. ഞങ്ങളുടെ മക്കള് എങ്ങും തോൽക്കാൻ പാടില്ല. ഒരു പിശാചിന് കെണിയിൽ ചെന്ന് പെടാൻ പാടില്ല. ഞങ്ങളുടെ മക്കള് ജയിക്കണം കർത്താവേ. അങ്ങയുടെ മക്കളെ ഞങ്ങൾക്ക് അങ്ങ് പരമേൽപ്പിച്ചിരിക്കുമ്പോ ഞങ്ങൾ സ്വന്തമായിട്ട് സ്വീകരിച്ച് കർത്താവെ, അവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടത് നൽകണമേ, അവർക്ക് വേണ്ടത് നൽകണമേ. ഞങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സമാധാനം നൽകണമേ, സ്നേഹം നൽകണമേ, സൗഹൃദം നൽകണമേ, ശക്തി നൽകണമേ, അവബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, പ്രകാശം നൽകണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, മനസ്സിനെ ബലപ്പെടുത്തണമേ. ശാരീരിക രോഗങ്ങൾ മാറ്റണമേ, മാനസിക രോഗങ്ങൾ എടുത്തു മാറ്റണമേ, ദുശ്ശീലങ്ങൾ എടുത്തു മാറ്റണമേ, തർക്കദോഷങ്ങൾ മാറ്റണമേ, അനുസരണക്കേടിന്റെ അരൂപിയെ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കളെ കടന്നു വന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, നശിപ്പിക്കുന്ന നശീകരണ ശക്തികളെ കർത്താവേ നിർവീര്യമാക്കണമേ. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ മക്കള് അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അങ്ങ് തന്നെ കൈപിടിച്ച് സ്നേഹം കൊണ്ട് നിറച്ച് തിരിച്ചു കൊണ്ടുവരണമേ, തിരിച്ചു പിടിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വയ നന്ദി, സ്വയ ആരാധന നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ മക്കളെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ഈശോ ഇതാ നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാറ്റം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി
ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അഭിഷേകത്താലും കൃപാവരങ്ങളാലും ശക്തിപ്പെടുത്തി ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം, തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളുടെ മക്കൾ ബലം പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം, വിജയം വരിക്കണം. ഒരു തിന്മയും ഒരു തടസ്സവും ഒരു കെട്ടും ഒരു ബന്ധനവും ഒരു കെണിയും ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ പാടില്ല. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം ആശീർവാദം സ്വീകരിച്ച മക്കളെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ യേശുവേ അനുഗ്രഹിക്കണമേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെട്ട് മക്കളെ സ്നേഹിക്കാനും മക്കളെ അങ്ങയുടെ അരികിലേക്ക് കൊണ്ടുവരാനും അങ്ങയാൽ നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനും അങ്ങയുമാണ് ആഴമായ ബന്ധത്തില് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ സമർപ്പിക്കുന്നു കർത്താവേ. ആമേൻ.